അതെ, ഇതെന്താണെന്ന് മനസ്സിലായോ? ബീഫ് ബ്രെയിൻ ആണ്. അതിൻ്റെ വെയിൻസൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ബോയിൽ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങയുടെ നീരും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4 മിനിറ്റൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മാറ്റാം കേട്ടോ വെള്ളത്തിൽ നിന്ന്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചതച്ച വെളുത്തുള്ളിയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെയിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സംഭവം അത്രയേ ഉള്ളൂ. നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ ബീഫ് ബ്രെയിൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.